അമൃതവചനം. സമ്പത്തും സന്തോഷവും. ശാന്തിയും സുഖവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും അവശ്യം വേണ്ട ഒന്നാണ് സമ്പത്ത്. മനുഷ്യൻ്റെ സകല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ സമ്പത്തിന് കഴിയില്ലായിരിക്കാം. എന്നാൽ അല്ലലും അലട്ടലുമില്ലാതെയുള്ള ഒരു ജീവിതത്തിന് സാമ്പത്തിക ഭദ്രത കൂടിയേ തീരൂ. അതുകൊണ്ട് തന്നെ ആധ്യാത്മിക ശാസ്ത്രങ്ങളും ഗുരുക്കന്മാരും ഒരിക്കലും ധനസമ്പാദനത്തിന് എതിരല്ല. എന്നാൽ ധനസമ്പാദനം ജീവിതത്തിൻ്റെ പ്രധാന ലക്ഷ്യമായി കാണാതെ ജീവിതത്തിൽ അതിനർഹിക്കുന്ന സ്ഥാനം നൽകണം. സന്തോഷത്തിൻ്റെയും സുരക്ഷിതത്വത്തിൻ്റെയും ഉറവിടമായി നാം സ്വത്തിനെയും സമ്പത്തിനെയും ഒരിക്കലും കാണരുത്. സ്വത്തും സമ്പത്തും എപ്പോഴും സുഖവും സുരക്ഷിതത്വവും നൽകുമെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയുമരുത്. ജീവിതത്തിൽ സമ്പത്തിനുള്ള സ്ഥാനവും പ്രയോഗവും നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. അല്ലാത്തിടത്തോളം അത് ദുഃഖം മാത്രമേ തരുകയുള്ളൂ. കംസനും ഹിരണ്യകശിപുവുമെല്ലാം സമ്പന്നരായിരുന്നില്ലേ? അവർക്ക് മനസമാധാനമുണ്ടായിരുന്നോ? സ്വസ്ഥതയുണ്ടായിരുന്നോ? എല്ലാം ഉണ്ടായിരുന്ന രാവണന് എന്ത് ശാന്തിയാണ് ഉണ്ടായിരുന്നത്? സ്വത്തില്ലാതെ ദരിദ്രരായി ജീവിക്കണമെന്നോ ഉള്ള സ്വത്ത് തള്ളിക്കളയണമെന്നോ അല്ല ഇതിൻ്റെ അർത്ഥം. പക്ഷേ അധാർമികമായ രീതിയിൽ പണം ഉണ്ടാക്കിയാൽ അത് നമ്മുടെ മനസമാധാനത്തെ കൂടി അപഹരിക്കുമെന്ന കാര്യം മറക്കരുത്. എന്നാൽ കുടുംബജീവിതം നയിക്കുന്നവർ ധാർമ്മികമായ വഴിയിൽ ധനം സമ്പാദിക്കുക തന്നെ വേണം. എങ്കിലേ ജീവിതം ഭദ്രമാകൂ. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും കഴിയുന്ന ഒരു മനസ്സ് കിട്ടിയാൽ കോടിക്കണക്കിന് സ്വത്തുണ്ടാകുന്നതിലും വലിയ സമ്പത്ത് അതുതന്നെയാണ്. തനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്ത് ബാക്കി ഇല്ലാത്തവർക്ക് നൽകുന്നവൻ ജീവിത സുഖത്തിൻ്റെ മർമ്മം മനസ്സിലാക്കിയവനാണ്. ഒരു പക്ഷി കൂടുണ്ടാക്കുമ്പോൾ അത് ഒരു കൊമ്പിൽ മാത്രം ഒതുങ്ങും. എന്നാൽ മനുഷ്യരാകട്ടെ എത്രയൊക്കെ സ്വന്തമാക്കിയാലും അവർക്കൊരിക്കലും മതിയാവില്ല. അതിനുള്ള പരിശ്രമത്തിനിടയിൽ സ്വന്തം ജീവിതം തന്നെയും അപകടത്തിൽപ്പെടുത്തുകയും ചെയ്യുന്നു. തൂണില്ലാതെ കെട്ടിടം വെക്കാമെന്ന് ഒരു പക്ഷേ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചെന്നിരിക്കാം. ഒരു ബട്ടൺ അമർത്തുമ്പോൾ ഈ ഭൂമിയെ തന്നെ നശിപ്പിക്കാൻ മനുഷ്യന് കഴിഞ്ഞെന്നിരിക്കും. പക്ഷേ ഇത്തരം നേട്ടങ്ങൾ കൊണ്ടൊന്നും ഒരു വ്യക്തിക്കോ ഒരു കുടുംബത്തിനോ സമാധാനം കിട്ടില്ല. വയറു നിറച്ച ആഹാരം കഴിച്ചിട്ടും മനസമാധാനമില്ല, ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞുള്ള കരച്ചിൽ മാത്രമേ ഇന്ന് നമ്മൾ കേൾക്കുന്നുള്ളൂ. കോടിക്കണക്കിന് ജനങ്ങളെ അമ്മ ഇത്രയും കാലം കൊണ്ട് നേരിൽ കണ്ടിട്ടുണ്ട്. അതിൽ വിരലിലെണ്ണാവുന്നവർ പോലും മനസമാധാനമായി ജീവിക്കുന്നില്ല. അവരിൽ അധികം പേരും സമ്പത്തിന് കുറവുള്ളവരല്ല, എല്ലാം ഉള്ളവരാണ്. ഒരാൾക്ക് നല്ല തൊഴിലുണ്ടായാലോ, സുന്ദരിയും സുശീലയുമായ ഭാര്യയെ കിട്ടിയാലോ, കൊട്ടാര സദൃശ്യമായ വീടുണ്ടായാലോ, ഏക്കർ കണക്കിന് വസ്തു സ്വന്തമായാലോ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്നില്ല. ഇതൊക്കെയുള്ളവരാണ് കൂടുതലും ദുഃഖിച്ചു കാണുന്നത്. ആ ദുഃഖം മാറണമെങ്കിൽ ലോകത്തിൻ്റെ സ്വഭാവം അറിഞ്ഞിരിക്കണം. സ്വത്തിനും സമ്പത്തിനും ജീവിതത്തിലുള്ള യഥാർത്ഥ സ്ഥാനമെന്തെന്ന് മനസ്സിലാക്കിയിരിക്കണം. ആഗ്രഹങ്ങൾ നിറഞ്ഞ മനസ്സിന് ഒരിക്കലും ശാന്തിയും സന്തോഷവും അനുഭവിക്കാനാവില്ല. ഓരോ ആഗ്രഹവും പൂർത്തീകരിക്കുമ്പോൾ മനസ്സിൽ സന്തോഷം അനുഭവപ്പെടുമെങ്കിലും അത് താത്കാലികം മാത്രമാണ്. അടുത്ത ക്ഷണം മറ്റെന്തെങ്കിലും ആഗ്രഹം മനസ്സിൽ പൊന്തും. അതോടെ സന്തോഷം നഷ്ടമാകും. അതുകൊണ്ട് മനസ്സ് ആഗ്രഹിക്കുന്ന വസ്തുക്കൾ ഓരോന്ന് നേടിയെടുക്കാൻ പ്രയത്നിച്ചു തുടങ്ങുന്നതിന് മുൻപ് അവ കൊണ്ട് യഥാർത്ഥ സുഖവും സന്തോഷവും കിട്ടുമോ എന്ന് വിവേകപൂർവ്വം ചിന്തിക്കണം. അനാവശ്യമായ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കാൻ സാധിച്ചാൽ സ്വാഭാവികമായും മനസ്സ് ശാന്തമാകും.